2026 ഏപ്രിലിൽ നടക്കുന്ന, അതായത് ഈ വർഷം ഏപ്രിലിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് CPM-നെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിൻ്റെ പ്രശ്നം കൂടിയാണ്. ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് CPM ഭരിക്കുന്നത്. ഏറെക്കാലമായി CPM ഭരിച്ചിരുന്ന ബംഗാളിലും ത്രിപുരയിലും തകർന്നടിഞ്ഞിരിക്കുകയാണ് CPM. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഭരണം നിലനിർത്തേണ്ടത് CPM-ൻ്റെ ആവശ്യമാണ്. കേരളത്തിലെ CPM-നെ LDF-നെ പിണറായി വിജയൻ തന്നെ നയിക്കുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. പിണറായി വിജയനല്ലാതെ മറ്റൊരാൾ നയിക്കാനില്ല CPM-ന്. എന്നാൽ പിണറായിയുടെ തന്ത്രം വളരെ ശ്രദ്ധേയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതുമുഖങ്ങൾക്കൊപ്പം പഴയ പടക്കുതിരകളും ഇത്തവണ മത്സരിക്കാൻ ഉണ്ടാകും നിയമസഭയിൽ. അപ്രതീക്ഷിതമായി പഴയ പടക്കുതിരകളെ ഇറക്കി UDF-നെ പ്രതിരോധത്തിലാക്കുക എന്നൊരു തന്ത്രമാണ് പിണറായി വിജയൻ പയറ്റുന്നത്. അതനുസരിച്ച് പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ, കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്, EP ജയരാജൻ, പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന G സുധാകരൻ തുടങ്ങിയവർ മത്സരിക്കും CPM-ന് വേണ്ടി ഇക്കുറി. പഴയ പടക്കുതിരകളും പുതുമുഖങ്ങളും അണിനിരക്കുന്ന ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റാകും പിണറായി വിജയൻ പുറത്തുവിടുക. പോളിറ്റ് ബ്യൂറോ അംഗവും തലമുതിർന്ന നേതാവുമായ A വിജയരാഘവൻ ഇരിങ്ങാലക്കുടയിലോ പൊന്നാനിയിലോ മത്സരിക്കും എന്നാണ് സൂചന. ഇരിങ്ങാലക്കുടയിൽ കഴിഞ്ഞ മത്സരിച്ചത് ബിന്ദുവാണ്. ബിന്ദു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. ബിന്ദുവിന് ഇക്കുറി സീറ്റില്ല. പകരം A വിജയരാഘവൻ മത്സരിക്കും. വിജയരാഘവൻ്റെ ഭാര്യ കൂടിയാണ് ബിന്ദു. ഇരിങ്ങാലക്കുടയിൽ അല്ലെങ്കിൽ പൊന്നാനി സീറ്റാണ് വിജയരാഘവനായി CPM ഒരുക്കുന്നത്. എന്തായാലും വിജയരാഘവൻ മത്സര രംഗത്തുണ്ടാകും എന്നത് ഉറപ്പായി. കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക് ആലപ്പുഴയിൽ മത്സരിക്കും, തൻ്റെ പഴയ തട്ടകമായ ആലപ്പുഴയിൽ. തോമസ് ഐസക്കിനെ പോലെ ഒരു വിദഗ്ധൻ്റെ സാന്നിധ്യം തെരഞ്ഞെടുപ്പിന് അനിവാര്യമാണെന്ന് പിണറായി വിജയൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ ഡോക്ടർ തോമസ് ഐസക്കിനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കഴിഞ്ഞ തവണ 2 ടേം വ്യവസ്ഥയിൽ സീറ്റ് നഷ്ടപ്പെട്ട നേതാവാണ് കേന്ദ്ര കമ്മിറ്റി അംഗമായ ഡോക്ടർ തോമസ് ഐസക്. EP ജയരാജന് പയ്യന്നൂർ മണ്ഡലമാണ് പിണറായി നൽകുന്നത്. പയ്യന്നൂരിൽ EP ജയരാജൻ മത്സരിക്കുന്നതോടെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ അസ്വാരസ്യങ്ങൾ മാറും. മാത്രമല്ല, കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഒരു സന്തുലനം സൃഷ്ടിക്കാനും EP ജയരാജൻ്റെ വരവോടെ സഹായിക്കും. G സുധാകരൻ തൻ്റെ പഴയ തട്ടകമായ കായംകുളത്ത് മത്സരിക്കും എന്നാണ് സൂചന. കായംകുളം ഇത്തവണ CPM പ്രത്യേകം ശ്രദ്ധ പുലർത്തുന്ന മണ്ഡലമാണ്. കായംകുളത്ത് BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രൻ BJP സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ കായംകുളത്ത് നിന്ന് വിജയിച്ച പ്രതിഭ MLA, 2 തവണ വിജയിച്ച പ്രതിഭ MLA ഇത്തവണ മത്സര രംഗത്ത് ഇല്ല. പ്രതിഭയ്ക്ക് പകരം കരുത്തയായ ഒരു സ്ഥാനാർത്ഥി വേണമെന്ന് CPM തീരുമാനിച്ചിരിക്കുന്നു. CS സുജാതയുടെ പേരാണ് ഉയർന്നു കേട്ടതെങ്കിലും പിണറായി വിജയൻ ഇടപെട്ട് G സുധാകരനെ അവിടെ മത്സരിക്കാൻ ഇറക്കും എന്നതാണ് ഇപ്പോൾ പൊളിറ്റിക്സ് കേരളയ്ക്ക് ലഭിക്കുന്ന സൂചന. കായംകുളത്ത് G സുധാകരൻ മത്സരിച്ചാൽ ഈസിയായി മണ്ഡലം നിലനിർത്താനാകും എന്നാണ് CPM കരുതുന്നത്. മറ്റൊന്ന്, G സുധാകരൻ CPM-ന് ആലപ്പുഴയിൽ ഉയർത്തുന്ന വെല്ലുവിളിയാണ്. കടുത്ത വിഭാഗീയതയാണ് ആലപ്പുഴയിൽ നിലനിൽക്കുന്നത്. G സുധാകരനും H സലാം MLA-യും തമ്മിലുള്ള ഭിന്നത, ജില്ലാ സെക്രട്ടറി R നാസറുമായുള്ള ഭിന്നത ഒക്കെ മറനീക്കി പുറത്തു വന്ന സാഹചര്യം. ഈ സാഹചര്യത്തിൽ സുധാകരനെ മത്സരിപ്പിച്ചുകൊണ്ട് സുധാകരൻ്റെ നീരസം മാറ്റാനും സുധാകരനുള്ള ഒരു ക്ലീൻ ഇമേജ് ഉണ്ട് സമൂഹത്തിൽ, അത് ഫലപ്രദമായി ഉപയോഗിക്കാനും CPM തീരുമാനിച്ചിരിക്കുന്നു. പുതുമുഖങ്ങളിൽ ഏറ്റവും പ്രധാനം VS-ൻ്റെ മകൻ ഡോക്ടർ VA അരുൺകുമാറിൻ്റെ സാന്നിധ്യമാണ്.
BA അരുൺകുമാറിനെ സുരക്ഷിത മണ്ഡലത്തിൽ ആലപ്പുഴയിൽ മത്സരിപ്പിക്കാനാണ് CPMന്റെ തീരുമാനം. BA അരുൺകുമാർ കായംകുളത്ത് മത്സരിക്കും എന്ന സൂചന ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം കായംകുളത്തോട് താല്പര്യം പ്രകടിപ്പിച്ചില്ല എന്നാണ് അറിവ്. എന്തായാലും കായംകുളം CPMനെ സംബന്ധിച്ചിടത്തോളം സെൻസിറ്റീവായ മണ്ഡലമാണ്. CPM കോട്ടയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ നടത്തിയ കുതിപ്പ്, കായംകുളത്ത് നടത്തിയ കുതിപ്പ് CPM വൃത്തങ്ങളെ ഞെട്ടിച്ചു. അതേ ശോഭാ സുരേന്ദ്രനെ തന്നെയാണ് കായംകുളത്ത് സ്ഥാനാർത്ഥിയായി BJP നിയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ എത്തുമ്പോൾ അവരെ തടയിടാൻ G. സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കഴിയും എന്നാണ് CPMന്റെ കണക്കുകൂട്ടൽ. A. വിജയരാഘവനും തോമസ് ഐസക്കും EP ജയരാജനും G. സുധാകരനും അടങ്ങുന്ന പഴയ പടക്കുതിരകളുടെ ലിസ്റ്റ് അല്ലെങ്കിൽ പഴയ പടക്കുതിരകളെ രംഗത്തിറക്കിക്കൊണ്ട് UDFന് അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി നൽകാനാണ് പിണറായി വിജയന്റെ തീരുമാനം. പിണറായി വിജയന്റെ തന്ത്രങ്ങൾ വളരെ കിറുകൃത്യതയാർന്ന തന്ത്രങ്ങളാണ്. വെള്ളാപ്പള്ളി നടേശനെയും പരസ്പരം പോരടിച്ചു നിന്ന വെള്ളാപ്പള്ളി നടേശനെയും സുകുമാരൻ നായരെയും ഒറ്റക്കെട്ടായി നിർത്തിയത് പിണറായി വിജയന്റെ തന്ത്രമാണ്. SNDPയും NSSും SNDPയുടെയും NSSന്റെയും നേതാക്കൾ ഇടതുമുന്നണിയോട് അടുത്തു നിൽക്കുന്ന കാഴ്ചയാണ് സമകാലിക കേരളത്തിൽ കാണുന്നത്. അത് UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ്. അതോടൊപ്പം ക്ലീൻ ഇമേജുള്ള വ്യക്തികളെ സ്ഥാനാർത്ഥികളാക്കുക എന്നതാണ് പിണറായിയുടെ മറ്റൊരു തന്ത്രം. A. വിജയരാഘവനും തോമസ് ഐസക്കും G. സുധാകരനും ഒക്കെ ജനങ്ങളുടെ മനസ്സിൽ ക്ലീൻ ചിറ്റുള്ള നേതാക്കളാണെങ്കിൽ EP ജയരാജന് കണ്ണൂരിൽ വളരെ വലിയ സ്വാധീനമുണ്ട്. ഇപ്പോഴും ഒരാളുടെ അസാന്നിധ്യം ശ്രദ്ധേയമാകുന്നു സ്ഥാനാർത്ഥി ലിസ്റ്റിൽ. അത് CPMന് വേണ്ടി ചോര ചിന്തിയ P. ജയരാജന്റെ അസാന്നിധ്യമാണ്. P. ജയരാജന് ഇത്തവണയും സീറ്റ് നൽകുന്നില്ല പിണറായി വിജയൻ. P. ജയരാജന് സീറ്റ് നൽകിയാൽ കണ്ണൂരിൽ ഒരു വലിയ തരംഗം സൃഷ്ടിക്കാൻ പിണറായി വിജയന് കഴിയുമായിരുന്നു. എന്നാൽ വ്യക്തിപൂജ വിവാദത്തിൽ ഉൾപ്പെട്ട P. ജയരാജനെ ഒതുക്കിയിരിക്കുകയാണ് CPM. ചുരുട്ടി കൂട്ടിയിരിക്കുകയാണ് എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. P. ജയരാജൻ ഒഴിച്ചുള്ള പടക്കുതിരകളെ രംഗത്തിറക്കുമ്പോൾ പിണറായി വിജയന് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ: തുടർ ഭരണം. പിണറായിയുടെ തന്ത്രങ്ങൾ ഇനിയും വന്നുകൊണ്ടിരിക്കും. അത് തടയാൻ UDFന് കഴിയുമോ എന്നുള്ളതാണ് വളരെ കൗതുകകരമായ കാര്യം. പിണറായിയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുപ്പക്കാർക്ക് പോലും അറിയാൻ സാധിക്കില്ല. തന്ത്രങ്ങൾ പയറ്റാനും മറുതന്ത്രം പയറ്റാനും ഒക്കെ വിദഗ്ധനാണ് പിണറായി വിജയൻ. ആധുനിക കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ തന്ത്രജ്ഞൻ. അതുകൊണ്ടാണ് പഴയ പടക്കുതിരകൾക്കും സീറ്റ് നൽകിക്കൊണ്ട് ഒരു സന്തുലനം, സീറ്റിൻ്റെ കാര്യത്തിൽ പുതുമുഖങ്ങളും പഴയ മുഖങ്ങളും അണിനിരത്തിക്കൊണ്ടുള്ള ഒരു സന്തുലനം പിണറായി വിജയൻ നൽകിയിരിക്കുന്നു.